ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നത്. ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കായും മുട്ടയും വറുത്തത് അഥവാ നമ്മുടെ കായ്ക്കൃത ഉണ്ടാക്കാമെന്ന് കരുതി. പഴുത്ത നല്ല പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസമായി ഇങ്ങനെ പഴുത്തിട്ട് കാണും. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഏതായാലും അതെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് കളയേണ്ടി വരും. അപ്പോൾ അത് വെച്ചിട്ട് കായ്ക്കൃത ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം എല്ലാം പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കണം. ഈ കായ്ക്കൃതയുടെ റെസിപ്പി നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ചില വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എങ്കിലും കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാം. ഈ എണ്ണയിൽ നമ്മുടെ ഈ പഴം ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഫ്രൈ ആകുന്ന പോലെ. എൻ്റെ വീട്ടിലിതിന് കായും മുട്ടയും വറുത്തത് എന്നാണ് പറയുക. ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ കായ്ക്കൃത എന്നാണ് പറയാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചായക്കുള്ള പാലും അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. ഞാൻ നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എക്സ്ട്രാ പഞ്ചസാര ചേർക്കുന്നില്ല. കാരണം ഓൾറെഡി പഴത്തിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ. നോർമലായിട്ടുള്ള പഴമാണെങ്കിൽ നമുക്ക് ഈ മുട്ട ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ വീറ്റ് ചെയ്തിട്ട് ആ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാക്കിയാലും മതിയാവും. പക്ഷേ ഇത് ഞാൻ മധുരം ചേർക്കാത്തത് കൊണ്ട് മുട്ട അതേപടി അങ്ങനെ അങ്ങ് പൊട്ടിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മുട്ട ഞാനിവിടെ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് മെല്ലെ ചിക്കിയെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ കായ് മുട്ടയും വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ കായ് മുട്ടയും വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ വേഗം എനിക്കും ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കായ് മുട്ടയും വറുത്തത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും അവിടെ പ്ലേറ്റിലേക്ക് വെച്ചു. പിന്നെ ഇനി ചായ ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. അപ്പോൾ കുട്ടികൾ ഈ സമയത്ത് ഉറങ്ങുകയാണ്, അവർ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ചായയും കൈമുട്ടയും വറുത്തതൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഞാനും ഹസ്ബൻഡൊക്കെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ എഴുന്നേറ്റ് അവരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ആ പാത്രങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഞാൻ വേഗം തന്നെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്.
അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും കുട്ടികളും കൂടി ഒന്ന് താഴെ തലാല് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ കരുതി ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു പെരി പെരി ജൊല്ലോഫ് റൈസ് ഉണ്ടാക്കാൻ. ഈ ഒരു റൈസ് ജൊല്ലോഫ് റൈസ് എന്ന് പറയുന്നത് പെരി പെരി മസാലയൊക്കെ ചേർത്ത് ഒരു വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റൈലിൽ തയ്യാറാക്കുന്ന തക്കാളി ചോറ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കനൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നതാണ് പെരി പെരി ചിക്കൻ ജൊല്ലോഫ് റൈസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് 1 മണിക്കൂർ നേരം ഞാൻ കുതിർത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പം പോയിട്ട് വാങ്ങിയതായിരുന്നു ചിക്കൻ. അപ്പോൾ അതൊന്ന് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനത് അവരോട് ഒരു 8 പീസായിട്ട് കട്ട് ചെയ്ത് തരാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതുപോലെ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു ചുവന്ന ക്യാപ്സിക്കം, ഒരു 4-5 വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഓയിലൊന്നും ചേർക്കണ്ടില്ല. അങ്ങനെ ഈ 3 സാധനം നമ്മുടെ പാനിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കരുതി ഓവണിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. പിന്നെ കരുതി അത് വേണ്ട, ഓവൺ ഇല്ലാതെയും ചെയ്യുന്നവർക്ക് ഇതൊരു ഹെൽപ്പായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇതിൽ നോർമലി തൈമാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. സവാളയുടെ ഒക്കെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ചായി വരുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പെരി പെരി സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണിത്. ഈ ഒരു സോസ് എന്ന് പറയുമ്പോൾ പുളിയും മധുരവും എരിവൊക്കെ കൂടിയിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്ത മിക്സൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കണം. അതൊരു 2 പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ എനിക്ക് ലൈം ജ്യൂസ് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് ഒഴിച്ചിട്ട് ഒന്നുകൂടി നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച പെരി പെരി സോസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഫുള്ള് ഇടണ്ടില്ല, കുറച്ച് നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പം വേണം. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെക്കാം. ബാക്കി നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അതൊന്ന് മിക്സാക്കി കൊടുക്കാം, മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് കളറ് കുറവ് പോലെ തോന്നിയപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നുകൂടെ നല്ല പോലെ അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാനതെടുത്തിട്ട് ഓവണിൽ ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓവൺ ഇല്ല എങ്കിൽ നമുക്ക് പാനിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഓവണ് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയത്തേക്ക് ഞാൻ കരുതി ഗ്രില്ലിലേക്ക് ചിക്കനൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ ചിക്കൻ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് നമുക്കിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഓവനിലേക്ക് നമ്മുടെ ഈ ചിക്കൻ വെച്ചിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 60 മിനിറ്റ്സ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ഒരു 30 മിനിറ്റ്സ് ആയാലും അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 60 മിനിറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ നിന്ന് ഗ്രില്ലാവുന്ന സമയം കൊണ്ട് ഞാൻ കരുതി ഇനി റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അങ്ങനെ സവാള ചെറുതായി വഴഞ്ഞു വന്നപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊന്നും ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പെരി പെരി സോസ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി മസാലകളുടെയൊക്കെ പച്ചച്ചവ മാറുന്നത് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ഇതിൽ നിന്ന് എണ്ണ വിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുത്തത് അതിൻ്റെ ഡബിളായിട്ടുള്ള വെള്ളം എടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം കെറ്റിൽ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ നമ്മൾ പെരി പെരി സോസ് ഉണ്ടാക്കില്ല, അത് കുറച്ച് കഴുകിയതും കൂടി ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ബേ ലീഫ് അല്ലാതെ വേറെ സ്പൈസസ് ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ കഴുകി കുതിർത്തി വെച്ച റൈസ് ഉണ്ടല്ലോ, അത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റൈസ് അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി അതെല്ലാം വേഗം തന്നെ ഒന്ന് കഴുകിയിട്ടെടുക്കാമെന്ന്. അങ്ങനെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ റൈസ് ഒന്ന് ഇടയ്ക്കിടെ ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് അവിടെ നിന്ന് ആവുന്നുണ്ട്. ഈ സമയം ഞാൻ കരുതി നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ദോശക്കുള്ള അരിയൊക്കെ കുതിർത്താൽ, അങ്ങനെയാണെങ്കിൽ ഈവനിങ് അത് അരച്ച് വെച്ചാൽ മതിയാവല്ലോ. അപ്പോൾ ഞാൻ ഒരു കപ്പിലേക്ക് 3/4 കപ്പ് അളവിൽ പച്ചരിയും ഒരു 1/4 കപ്പ് അളവിൽ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, ഞാൻ മട്ട അരിയാണ് ചോറ് വെക്കാൻ എടുക്കൽ, അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് അരിയും മിക്സൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. അരി മുഴുന്നും ഇതൊക്കെ കഴുകി വെള്ളം ഒഴിച്ചിട്ട് അതവിടെ കുതിർത്തി വെക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ എൻ്റെ റൈസ് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം റൈസ് പൊട്ടിപ്പോവാതെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ. അങ്ങനെ റൈസ് കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ഇതാക്കുന്നുണ്ട്. ഈ സമയം ചിക്കന് ഒരു സൈഡായിട്ട് 30 മിനിറ്റ്സ് ആയപ്പോൾ ഞാൻ അതൊന്ന് ഓഫ് ചെയ്തിട്ട് ആ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ നിന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതവിടെ വീണ്ടും ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം ഞാൻ കരുതി വേഗം പോയിട്ട് എല്ലാ സ്ഥലവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നോർമലി ഞാൻ ഫ്രൈഡേ ആണ് ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ളത്, പക്ഷേ
ഇന്ന് എനിക്ക് ചെയ്യാനില്ല, കാരണം ഓൾറെഡി തേഴ്സ്ഡേ എന്തോ കുറച്ച് ക്ലീനിങ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ തേഴ്സ്ഡേ ചെയ്തു. കാരണം ഫ്രൈഡേ ആകുമ്പോൾ നമ്മൾ പള്ളി ജുമാ പോകലുള്ളതുകൊണ്ട് ഹസ്ബൻഡ് വേഗം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തേഴ്സ്ഡേ ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് അടിച്ചു വാരൽ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ കുറച്ച് അലക്കിയിട്ട് തുണി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വേഗം തന്നെ മടക്കി വെച്ചു. അങ്ങനെ എൻ്റെ ആ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം പോയിട്ട് കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ ചിക്കനും ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ ഇനി റൈസും ഇതായിട്ട് ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കനെ ഓവണിൽ നിന്നും പുറത്തെടുത്തിട്ട് നമുക്ക് ആ റൈസിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഈ സമയം ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നിട്ട് മോനെയും കൂട്ടിയിട്ട് ജുമാക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മന്തിക്കൊക്കെ സൈഡായിട്ട് ഉണ്ടാക്കുന്ന ഇതില്ല, അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ജുമ കഴിഞ്ഞ് വരുന്ന നേരമായപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇത് ഹസ്ബൻഡും മോനും ജുമൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴേക്ക് മോളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഈവനിങ് ആണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈവനിങ് ഞാൻ കിച്ചണിലേക്ക് വന്ന് ഈവനിങ്ങിന് ഞാൻ വിചാരിച്ച് ചായയുടെ കൂടെ കഴിക്കാൻ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. നമ്മുടെ കൈവീശലപ്പം ഉണ്ടല്ലോ, അതുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്കൊരു അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. മുട്ടയും പൊട്ടിച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി അതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് മൈദയുടെ അളവ് കുറച്ചും കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ പോലെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ അത് ഒഴിച്ചിട്ട് നല്ലപോലെ ഈ ബാറ്ററൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 2 മുട്ടയ്ക്ക് 1/2 കപ്പ് മൈദയും 3/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ എടുത്തിട്ടാണ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ, ഞാനിവിടെ ഒരു ബോട്ടിലിൽ അതിൻ്റെ മൂടിക്ക് ഹോൾസ് വെച്ചിട്ടാണ് ഈ കൈവീശലപ്പം ഉണ്ടാക്കുക. ഉമ്മാമേൽ ഉണ്ടാക്കുമ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കുക. എനിക്കത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സോസ് ബോട്ടിലുണ്ടല്ലോ അതെടുത്താലും മതിയാകും. അപ്പോൾ ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്കിപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചില്ലേ ഈ നമ്മുടെ ജിലേബിയൊക്കെ ചുറ്റിയെടുക്കുന്ന പോലെ അതുപോലെ ആക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്ത ഇത് കൈവീശലപ്പം ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു കളർ ചേഞ്ച് വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറായാൽ നമുക്കതിനെ എണ്ണയിൽ നിന്നും കോരാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. ഇതിവിടെ എനിക്കും കുട്ടികൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് കുറേ ദിവസമായി ഉണ്ടാക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും അത് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതാ അങ്ങനെ ഞാൻ വേഗം തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ സോസ് ബോട്ടിൽ കയ്യിലില്ലെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാവില്ല, അത് ചെറുതായി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കിയെടുത്താലും മതിയാകും.
അങ്ങനെ കൈവീശലപ്പം അവിടുന്ന് ആവുന്നുണ്ട്. ഇനി ഞാൻ കരുതി അതാവുന്ന സമയം കൊണ്ട് ഞാൻ നേരത്തെ ദോശമാവിനുള്ള അരി കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേഗം തന്നെ അരച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അത് വേഗം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടു. അതിലേക്ക് കുറച്ച് അരിയും ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് അരച്ചതിനെ ഞാൻ ഒരു ചെമ്പിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല ചൂടായത് കൊണ്ട് തന്നെ നല്ല പോലെ ദോശമാവൊക്കെ നല്ല പോലെ പൊങ്ങി വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ മാവ് അരച്ചത് ഈ ചെമ്പിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും. അങ്ങനെ അതവിടെ റെഡിയാക്കിയിട്ട് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ബാക്കിയുള്ള കൈവീശലപ്പം ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി. പിന്നെ ഈ സമയമാകുമ്പോഴേക്കും മഗ്‌രിബ് പോകാൻ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്ന് ഞങ്ങൾ വേഗം ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ കാണിച്ച ഈ 2 റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് കാണിച്ച 2 റെസിപ്പീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.